കായംകുളം നഗരസഭ 14, 15 വാർഡുകളിൽ ഇന്റർലോക്ക് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ ഔവർ ആശുപത്രി പെരിങ്ങാല ജുമാ മസ്ജിദ് റോഡിന്റെ ഉദ്ഘാടനം നടത്തിയതിന്റെ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ തകർത്തതിൽ വാർഡുകളിലെ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം നടത്തി. 15-ാം വാർഡ് കൗൺസിലർ പി ഗീത ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14, 15 വാർഡുകളിലെ ഫണ്ട് ഉപയോഗിച്ച് ഇന്റർലോക്ക് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ ഔവർ ആശുപത്രി പെരിങ്ങാല ജുമാ മസ്ജിദ് റോഡിന്റെ ഉദ്ഘാടനം നടത്തിയ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ തകർത്ത സംഭവത്തിൽ നഗരസഭ 14, 15 വാർഡുകളിലെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഔവർ ആശുപത്രി പെരിങ്ങാല ജുമാ മസ്ജിദ് റോഡ് ഇന്റർലോക്ക് ചെയ്ത പ്രവൃത്തി നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ 16-ാം തീയതി ഞായറാഴ്ച ഔപചാരികമായി റോഡിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം 19-ാം തീയതി രാത്രിയുടെ അന്ത്യയാമത്തിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ സ്ഥാപിച്ചിരുന്ന ശിലാഫലകം നശിപ്പിക്കുകയും അത് ഉടച്ച് താഴേക്കിടുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരും കൂട്ടത്തോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ രാത്രി 11 മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ കായംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആ വിവരം അവിടെ ധരിപ്പിക്കുകയും അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി ഇത് അവരുടെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ഞാൻ ഇത് റിട്ടേണായി ഇതിൻ്റെ പരാതി കായംകുളം SHOയ്ക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത 14-ാം വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കലേത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം 15-ാം വാർഡ് കൗൺസിലർ പി ഗീത ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 14-ലെയും 15-ലെയും കൂടി ഫണ്ട് ഉൾപ്പെടുത്തി ഈ പെരിങ്ങാല പള്ളിയുടെ അടുത്തേക്ക് പോകുന്ന റോഡ് ഇന്റർലോക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഇത് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തതിന് 2 ദിവസം തികയുന്നതിന് മുമ്പ് ആ ശിലാഫലകം ഇവിടെ ഈ പ്രദേശത്തുള്ളവർ ആണോ അതിന് വെളിയിലുള്ളവരാണോ എന്ന് നമുക്കറിയില്ല. സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ഇത് തല്ലിപ്പൊട്ടിക്കുകയുണ്ടായി. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം വികസനം നമ്മുടെയൊക്കെ ലക്ഷ്യമാണ്. വികസനത്തിന് രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയ ചിന്തയില്ലാതെ നമ്മളൊരു റോഡിന് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് ഈ പണി പൂർത്തീകരിച്ച് ഈ ഉദ്ഘാടനം നടന്നപ്പോൾ ഇങ്ങനെ ചെയ്ത തെറ്റ് ആരാണെങ്കിലും ശരി തന്നെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. മുൻ നഗരസഭാ കൗൺസിലർ എ ഹസൻ കോയ, ലിബിൻ ജോൺ, പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ്, ഹാഷിം സേട്ട്, അജി സലാഹുദ്ദീൻ, അജു വേലൻപറമ്പിൽ, റോസി റജി, അനി, റഷീദ് കളീക്കൽ, ഡോക്ടർ സഫ്വാൻ സലീം, സയ്യിദ് കോയിക്കലേത്ത്, മനാഫ്, രാജൻ, താജുദ്ദീൻ, ഷെരീഫ് കൂട്ടിൽ, ഫിറോസ് ലത്തീഫ്, മാജിദ്, സഹദ് വാലയിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.